നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 266-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ഗായകരും സംഗീത സംവിധായകരുമൊക്കെയായ ശ്രീ ജയവിജയന്മാരെ കുറിച്ചിട്ടാണ്. അവരെക്കുറിച്ച് പറയുമ്പോൾ ഒരു കുറഞ്ഞത് ഒരു 20-25 പ്രോഗ്രാംസ്, ലൈവ് പ്രോഗ്രാംസ് പല അമ്പലങ്ങളിലും പലയിടത്തും ട്രിവാൻഡ്രത്തും കോട്ടയത്തും ഒക്കെ വെച്ച് നിരവധി തവണ കേട്ടിട്ടുണ്ട്. അവരെക്കുറിച്ച് പറയുമ്പോൾ ഭക്തിയുടെ നിറകുടം എന്ന് വേണം പറയാൻ. അവരുടെ അയ്യപ്പ ഗാനങ്ങൾ കേട്ടാൽ സാക്ഷാൽ ധർമ്മശാസ്താവ് നമ്മുടെ അരികിലുണ്ടോ, അയ്യപ്പൻ നമ്മുടെ അരികിലുണ്ടോ എന്ന് തോന്നിപ്പോകും. അത്രമാത്രം ഹൃദയസ്പൃക്കായ നൂറുകണക്കിന് ഗാനങ്ങൾ. അയ്യപ്പ ശരണം വിളിക്കൂ നീ, പരമാത്മാനന്ദ ദർശനം ദർശനം പുണ്യദർശനം. അങ്ങനെ ഇത് ഒന്ന് പറഞ്ഞതാണ്. വിശ്വമായയിൽ പിറന്ന വിശ്വരക്ഷക വില്വഭദ്രഗതിജനയന ശരണമേകണേ സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. അഭയവരതരായ നിന്റെ തിരുനടയിങ്കൽ. അങ്ങനെ എണ്ണിയാനൊടുങ്ങാത്ത ഭക്തിഗാനങ്ങൾ. ഇന്ന് പ്രായം കുറേയായി, സ്വരമൊക്കെ മാറി. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റിവലിൽ മികച്ച ഗായകനുള്ള സംസ്ഥാന തലത്തിൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ. അത് കഴിഞ്ഞ് ഞാൻ ജനിച്ചു വളർന്ന മണ്ണിൽ തമ്പാനൂർ ശ്രീ അയ്യപ്പ ക്ഷേത്രം, അവിടെ എത്രയോ കാലം ഞാനും ഞങ്ങളുടെ കുറേ കൂട്ടുകാരുമെല്ലാം എല്ലാ ബുധനും ശനിയും ഭജന പാടിയിരുന്നു. അന്നൊക്കെ ഒരുവിധം കേട്ടാൽ കൊള്ളാവുന്ന സ്വരമായിരുന്നു. കാലക്രമേണ കാലം മാറിയപ്പോൾ നമ്മുടെ സ്വരത്തിൽ വരുന്ന വേരിയേഷൻസ്, സ്വരത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതൊക്കെ ചിലപ്പം നല്ല രീതിയിൽ പാടാൻ കഴിഞ്ഞെന്നും വരും, നല്ല രീതിയിൽ പാടാൻ കഴിഞ്ഞില്ല എന്നും വരും. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഊഹമാണ്, എൻ്റെ തോന്നലാണ്. ഭക്തിയുടെ പ്രസരം നമ്മുടെ മനസ്സിൽ ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു വലിയ ഗായകർ. തമിഴിലെ വീരമണി അയ്യപ്പനെ കുറിച്ച് സ്തുതിച്ചുകൊണ്ട് പാടുന്ന ആ പാട്ടുകൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ചലനങ്ങൾ പോലെ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കിയ ഗാനങ്ങൾ പാടിയ വ്യക്തിത്വങ്ങളാണ് KG ജയനും വിജയനും. എൻ്റെ മനസ്സിൽ എത്തുന്ന തമ്പാനൂർ അയ്യപ്പ ക്ഷേത്രത്തിലും അവിടെ കച്ചേരി നടത്തിയിട്ടുണ്ട്. അത് സ്ഥലങ്ങൾ പറഞ്ഞാൽ തീരില്ല. പക്ഷെ അവരുടെ ഗാനങ്ങൾ മനസ്സിലുണ്ടാക്കുന്ന ചലനങ്ങൾ, അത് നമ്മൾ കുന്തിരിക്കം പുകയ്ക്കുമ്പോൾ അതിൻ്റെ സുഗന്ധം എത്രമാത്രമാണ് നമ്മളിൽ തെളിയുക. അതിനേക്കാൾ ഉപരിയാണ് അവരുടെ പാട്ടുകൾ കേട്ടാൽ മനസ്സിൽ തെളിയുന്നത്. രണ്ടുപേരും ഒന്നിനൊന്ന് മികച്ച ഗായകരാണ്. 21 നവംബർ 1934 കോട്ടയത്താണ് ശ്രീ KG ജയൻ ജനിച്ചത്. 16 ഡിസംബർ 2024 തൃപ്പൂണിത്തുറയിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. 1000-ഓളം ഗാനങ്ങൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. 2019 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു. അതേപോലെ തന്നെ വിജയനും 6 ഡിസംബർ 1934 ജനനം. ജനുവരി 9 1989 അദ്ദേഹം യവനികയ്ക്കുള്ളിൽ മറഞ്ഞു.
ഗായകൻ, സംഗീത സംവിധായകൻ എന്നീ നിലകളിൽ പ്രശോഭിച്ചു. 38 ഗാനങ്ങൾക്ക് സംഗീതം നൽകി. ആലപിച്ച ഗാനങ്ങൾ 11. അങ്ങനെ ഇരുവരും സംഗീതത്തിൻ്റെ മാസ്മരികമായിട്ടുള്ള ലോകത്തിൽ വിരാജിച്ച വലിയ 2 കലാകാരന്മാർ. ഞാൻ ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യാൻ തന്നെ കാരണം പ്രശസ്ത നടൻ ശ്രീ മനോജ് കെ ജയൻ, KG ജയൻ്റെ പുത്രനാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തമ്പാനൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഇവരുടെ ഒരു കച്ചേരി ഉണ്ടായിരുന്നു. അന്ന് ഉത്സവത്തോടനുബന്ധിച്ച്, തൈപ്പൂയ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയ ആ പരിപാടി തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ അവിടെ കേൾക്കാനുണ്ടായിരുന്നു. ആ അവസരത്തിൽ കേൾവിക്കാർ എന്ന നിലയിൽ ഒരു 10-15 പേർ മാത്രം, പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, പക്ഷെ ആ 3-3.5 മണിക്കൂർ അതിസുന്ദരമായി ഗംഭീരമായി അവർ പാടിക്കഴിഞ്ഞ് മൃദംഗവും അതിൻ്റെ ഓർക്കസ്ട്ര ഗ്രൂപ്പുകളെല്ലാം പെട്ടികളിൽ അവരവരുടെ സാധനങ്ങൾ, മൃദംഗവും വയലിനും അങ്ങനെയുള്ള ഇതെല്ലാം കവർ ചെയ്ത് വയ്ക്കുന്ന അവസരത്തിൽ ഞാൻ അവരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ജേട്ടാ, എനിക്കൊന്ന് 2 സംശയമുണ്ട്, ചോദിക്കാമോ? 1 മിനിറ്റ് ഞാനൊന്ന് മുഖവും തുടച്ചു, നന്നായിട്ട് വിയർത്തും. അവിടെ ഇരുന്ന അന്നത്തെ കാലത്തെ സോഡ 2 പൊട്ടിച്ച് 2 പേരും ജയനും പൊടിച്ച ശേഷം പറഞ്ഞു, ചോദിച്ചോളൂ. എൻ്റെ അറിവില്ലായ്മയായിരിക്കാം, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. നിറഞ്ഞ സദസ്സിൽ ഒരുപാട് സ്ഥലത്ത്, ഞാൻ കോട്ടയത്തും തമ്പാനൂർ അയ്യപ്പ ക്ഷേത്രത്തിലും ഒരുപാട് ക്ഷേത്രങ്ങളിലും സ്റ്റേജുകളിലുമൊക്കെ നിങ്ങളുടെ കച്ചേരികൾ, നിങ്ങളുടെ ഗാനാലാപനം ഞാൻ കേട്ടിട്ടുണ്ട്. കാശില്ലാത്ത കാലത്ത് പോലും കോട്ടയത്ത് വന്ന ഞാൻ തിരുനക്കര മൈതാനത്ത് നടത്തിയൊരു പരിപാടിയിൽ ഞാൻ വന്ന് കേൾവിക്കാനായി കേട്ട്, അന്ന് വെളുപ്പാങ്കാലത്ത് കോട്ടയം ബസ് സ്റ്റേഷനിൽ ഇരുന്ന് കൊതുകുകടിയൊക്കെ കൊണ്ടിട്ടാണ് തിരിച്ച് അതിരാവിലെയുള്ള ബസ്സിന് ഞാൻ ട്രിവാൻഡ്രത്തെത്തിയ. അത്രമാത്രം ആരാധനയുള്ള, കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ കുറച്ച് കഥകളും കവിതകളും ഒക്കെ എഴുതും. ആണോ? അപ്പോൾ എഴുത്തുകാരനാണ്. അതെ, ഒന്ന് സൂചിപ്പിച്ചു. അപ്പോൾ എനിക്കുള്ള എൻ്റെ ചോദ്യം ഇതാണ്: ശുഷ്കമായിട്ടുള്ള ഈ ഒരു ഓഡിയൻസ് എന്തുകൊണ്ടാണെന്നറിയില്ല, നിങ്ങൾ പാടുമ്പോൾ ഈ സദസ്സ് കുറഞ്ഞതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? പാടുന്നതിനോ അല്ലെങ്കിൽ ആലാപനത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ട ഒന്നാണ്. അവർ പറഞ്ഞത് ഇതാണ്: സദസ്സ് സദസ്സ് ശുഷ്കമാണോ, സദസ്സ് നിറഞ്ഞു കവിഞ്ഞതാണോ എന്നുള്ളതല്ല വിഷയം. നമ്മളെ പാടാനായിട്ട് വിളിക്കുന്നവരുടെ മനസ്സിനും പാടുന്ന നമ്മൾക്കും ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാവണം. അപ്പോൾ ഞങ്ങൾ ഒരാൾ നിന്നാലും 1,00,000 പേർ നിന്നാലും ഞങ്ങൾ പാടുന്നത് 100% ആത്മാർത്ഥതയോടെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ശ്രീ വിജയൻ പറഞ്ഞു, ഞങ്ങൾ പാടാൻ തുടങ്ങിയിട്ട് എത്രയോ കാലങ്ങളായി, പക്ഷെ ഇങ്ങനൊരു ചോദ്യം ആദ്യമായിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ ഇതിൻ്റെ പ്രോഗ്രാം തുടങ്ങി അത് മുതൽ അവസാനം വരെ നിന്നപ്പോഴും ശുഷ്കമായിട്ടുള്ള അതേ ഞാൻ തന്നെ ഇതിനടുത്തുള്ള തമ്പാനൂർ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ നിങ്ങളുടെ പ്രോഗ്രാം നടത്തിയപ്പോൾ അങ്ങേ തലയ്ക്കൽ മുതൽ ഇങ്ങേ തലയ്ക്കൽ വരെ ആയിരക്കണക്കിന് ആൾക്കാരാണ് നിങ്ങളുടെ പ്രോഗ്രാം ആസ്വദിച്ചത്. അപ്പോൾ ആ ഒരു തലവും ഈ ഒരു തലവും തമ്മിൽ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
ഭയങ്കര ചൂടാണ്, നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കാം. അങ്ങനെ അവർ രണ്ടുപേരും സ്റ്റേജിന് പുറത്തോട്ടിറങ്ങി വന്നു. അപ്പോൾ ഒരു 5-6 പേർ അവിടെ കൂടി, വലിയവരും ചെറിയവരുമായിട്ടുള്ള കുറേ പേർ കൂടിയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, മറ്റുള്ള പാട്ടുകൾ സംഗീതം ചെയ്യുമ്പോഴും അയ്യപ്പ ഭക്തിഗാനം സംഗീതം ചെയ്യുമ്പോഴും 2 തലത്തിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത്രയും ഭക്തിയോടെ, ഇത്രയും ഭക്തി മനുഷ്യ മനസ്സിൽ, അത് ഏത് ദേശക്കാരവിടെ, തമിഴരോ ആന്ധ്രക്കാരോ മറ്റുള്ളവർ ആരായിരുന്നാലും ശരി, നിങ്ങളുടെ അയ്യപ്പ ഭക്തിഗാനം കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ആഹ്ലാദം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു മറുപടി ഇതാണ്: ദൈവത്തിൻ്റെ കടാക്ഷം, ദൈവത്തിൻ്റെ അനുഗ്രഹം. അതില്ലെങ്കിൽ ഞങ്ങളില്ല, എല്ലാം അയ്യപ്പൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് അയ്യപ്പ ഗാനങ്ങൾ പാടുമ്പോഴും സംഗീതം ചെയ്യുമ്പോഴും അവാച്യമായ ഒരു അനുഭൂതി മനസ്സിൽ, അയ്യപ്പൻ്റെ രൂപം, ഭാവം, ഭക്തി, ആ വിളനിലം, സന്നിധാനം എല്ലാം ഞങ്ങളുടെ മനസ്സിൽ കടന്നു വരും. അപ്പോൾ മറ്റൊരു ചിന്തയും ഉണ്ടാവാറേയില്ല. അതാണ് ഈ ഗാനങ്ങൾ, അയ്യപ്പനെക്കുറിച്ചിട്ടുള്ള ഗാനങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത്. എത്രയോ നിരവധി ചിത്രങ്ങൾ, 100 ചിത്രങ്ങളിൽ കൂടുതൽ സംഗീതം തന്നെ നൽകി. പക്ഷേ എങ്കിലും എല്ലാത്തിലും വ്യത്യസ്തമായ ഒന്ന്, ഭഗവാന്റെ പാട്ടുകൾ പാടുമ്പോഴാണ്. ഒരു 10, 15, 20 മിനിറ്റ് സംസാരിച്ച ശേഷം മടങ്ങുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇനിയും വരില്ലേ ഞങ്ങളുടെ കച്ചേരികൾ കേൾക്കാൻ? തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്ത് വന്ന് ഞങ്ങളുടെ കച്ചേരി കേൾക്കാനായി മാത്രം വന്ന നിങ്ങൾക്ക് ഞങ്ങൾ എന്തുപഹാരമാണ് തരേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു മറുപടി, വെറും ഉടുക്കും ഗഞ്ചിറയും വീണയും, ഈ 3 ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ട് അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഗാനം എപ്പോഴെങ്കിലും റെക്കോർഡ് ചെയ്ത് നിങ്ങൾ പാടുമ്പോൾ അത് എനിക്ക് കിട്ടുന്ന ഒരു വലിയ സന്തോഷമായിരിക്കും. തീർച്ചയായും ഞങ്ങൾ പരിശ്രമിക്കാം. അങ്ങനെ അവിടുന്ന് തൊഴുകയോടെ അമ്പലത്തിൻ്റെ ദേവസ്വം ഓഫീസിൽ പോയിരിക്കുകയും അതിനുശേഷം ഒരു അരമണിക്കൂറോളം അവിടെ ചെലവഴിച്ച് അവിടുന്ന് ഇറങ്ങുമ്പോൾ നിറഞ്ഞ മനസ്സോടെ അവർ കൈകൂപ്പി ഇനിയും ഞങ്ങളുടെ പാട്ടുകൾ കേൾക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചുരുങ്ങിയതുപോലെ തോന്നി. കാരണം മറ്റൊന്നുമല്ല, ലോകം മുഴുക്കെ അറിയപ്പെടുന്ന ഒരു വലിയ സംഗീത സംവിധായകൻ, ഗായകൻ, ഭക്തിയുടെ നിറവിടമായ അവരുടെ നാദധാര, ഈ വരമെല്ലാം ആരാണ് നൽകിയിരിക്കുക? കാലത്തിൻ്റെ കടന്നുപോക്കിൽ അവർ ഇവിടെ ഇല്ലായിരിക്കാം, പക്ഷേ അവരുടെ ആ നാദധാര, അവർ പാടിയ എത്രയോ പാട്ടുകൾ, എത്രയോ അമ്പലങ്ങളിൽ, എത്രയോ സ്ഥലങ്ങളിൽ ഇന്നും കേൾക്കുന്നു എന്നത് അവർക്ക് കിട്ടിയ വലിയൊരു ബഹുമതിയായി കാണുന്നു. നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ സ്നേഹത്തിൻ്റെ മാസ്മരികത മനസ്സിൽ കൊണ്ടു നടക്കുന്ന 2 വലിയ ഗായകർ, ജയവിജയന്മാർ, ഇന്നും ബഹുമാനത്തോടെയും ആദരവോടെയും അല്ലാണ്ട് അവരെ ഓർക്കാനേ കഴിയില്ല. അവരുടെ ഗാനങ്ങൾ ഇന്നും എൻ്റെ മനസ്സിൻ്റെ പൊയ്കയിൽ നീന്തി തുടിക്കുന്നു. ഇതിൽ കൂടുതലൊന്നും അവരെക്കുറിച്ച് പറയാനില്ല. അത്രയും വലിയ സംഗീതജ്ഞരും ഗായകരുമായ അവർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.